അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3 വ്യാഴാഴ്ച. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് തുടക്കമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി സീറോ വേസ്റ്റ് ദിനമായ 2025 മാർച്ച് 30 അവസാനിക്കുന്ന വിപുലമായ ജനകീയ ക്യാമ്പയിനാണ് ഇന്നലെ തുടക്കമായതെന്നും കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിനായി മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന പദ്ധതി 2024 മാർച്ച് മുതൽ നടപ്പാക്കി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. PV അൻവറിനൊപ്പമില്ലെന്ന നിലപാടുമായി KT ജലീൽ MLA. PV അൻവറിനെ രാഷ്ട്രീയപരമായ വിയോജിപ്പ് അറിയിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPM-നോട് ചേർന്ന് പ്രവർത്തിക്കുമെന്നും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയെയും CPM-നെയും തള്ളിപ്പറയില്ലെന്നും ജലീൽ പറഞ്ഞു. CPM-നോടും ഇടതുമുന്നണിയോടും നന്ദികേട് കാണിക്കില്ലെന്നും അൻവറിനെതിരെ പാർട്ടി പറഞ്ഞാൽ പ്രചാരണത്തിനിറങ്ങുമെന്നും ജലീൽ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ CPM നടപടിയെടുത്തിട്ടുണ്ടെന്നും 2 വീടുകളിൽ കയറി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച പരാതിയിലാണ് നടപടി എടുത്തതെന്നും KPCC അധ്യക്ഷൻ K. സുധാകരൻ. P. ശശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാവാനാണ് സാധ്യതയെന്നും K. സുധാകരൻ ആരോപിച്ചു. BJPയുടെ തണലിൽ വളരുന്ന കാട്ടുകുരങ്ങാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വിമർശനവുമായി K. സുധാകരൻ. അതിനെ തൊടാനും പേടിയാണ്, തൊട്ടില്ലെങ്കിലും പേടിയാണ്. CPM തകർന്ന് തരിപ്പണമാവുകയാണെന്നും ഇതറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയാൽ മതിയെന്നും K. സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വിവാദമാക്കി മുസ്ലിം ലീഗ് തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മുതിർന്ന CPM നേതാവ് A. വിജയരാഘവൻ. PR ഏജൻസികൾ അന്യരാജ്യങ്ങളിൽ നിന്നും വന്ന രാജ്യവിരുദ്ധ ശക്തികളാണോ എന്നും അതിലെന്താണിത്ര തെറ്റെന്നും A. വിജയരാഘവൻ ചോദിച്ചു. മലപ്പുറം എന്നാൽ മുസ്ലിം ലീഗ് മാത്രമല്ലെന്നും മലപ്പുറത്തെ വർഗീയമാക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യില്ലെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ലീഗ് ഇത് ചെയ്യുന്നതെന്നും A. വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. PR ഏജൻസി കേസിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വരാനിരിക്കുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ BJPക്കും സഖ്യകക്ഷികൾക്കും വേണ്ടി കർട്ടന് പിന്നിൽ നിന്നും പ്രവർത്തിക്കുന്ന PR ഏജൻസിയാണ് കേസിനെന്ന വിവരം ലഭിച്ചതായി അദ്ദേഹം ആരോപിച്ചു. ഉടഞ്ഞ വിഗ്രഹമാണ് പിണറായി വിജയനെന്നും ആ മുഖം മിനുക്കാൻ ഇനി ഒരു PR ഏജൻസിക്കും ആവില്ലെന്നും ചെന്നിത്തല വിമർശിച്ചു. ദ ഹിന്ദു ദിനപത്രത്തിലെ മലപ്പുറം പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി യൂത്ത് ലീഗ്. ദ ഹിന്ദു എഡിറ്റർ, കേസൻ MD, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമുള്ള അഭിമുഖം തയ്യാറാക്കിയ ഹിന്ദുവിലെ മാധ്യമപ്രവർത്തക, മുഖ്യമന്ത്രി എന്നിവരടക്കം 4 പേർക്കെതിരെയാണ് പരാതി. അഭിമുഖത്തിലെ പരാമർശം വിവിധ മതങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണെന്നും ഒരു നാടിനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും പരാതിയിൽ PK ഫിറോസ് പറയുന്നു. വിവാദ പരാമർശത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും പരാതി നൽകിയിരുന്നു. ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് CPI നിലപാട് ആവർത്തിച്ചത്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നും അതിനുശേഷം തീരുമാനിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. ADGPക്കെതിരായ ആരോപണങ്ങളിലെ അന്വേഷണത്തിൽ DGP ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കെയാണ് കൂടിക്കാഴ്ച നടന്നത്. മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും PR ഗ്രൂപ്പാണ് കേരളത്തെ നിയന്ത്രിക്കുന്നതെന്നും അതിന്റെ തലപ്പത്ത് ഇരിക്കുന്നത് കേന്ദ്രമന്ത്രി അമിത്ഷായാണെന്നും മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഷഹീൻ ബാഗിനെ എലത്തൂർ കേസിൽ തീവ്രവാദ കേന്ദ്രമാക്കി സംസാരിച്ച ആളാണ് ADGP അജിത് കുമാറെന്നും എലത്തൂർ കേസിൽ ഒരു പ്രതിയെ ഉണ്ടാക്കി അയാളെ മാത്രം വെച്ച കേസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും KM ഷാജി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. PV അൻവറിന്റെ ആരോപണങ്ങളും അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖവും അതിന് പിന്നിലെ PR ഏജൻസിയുടെ പങ്കും തിരിച്ചടിയായ സാഹചര്യത്തിലാണ് യോഗം. PR ഏജൻസി പറഞ്ഞ പ്രകാരമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ വാചകങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന ദ ഹിന്ദുവിന്റെ വിശദീകരണത്തോട് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റണമെന്ന CPI നിലപാടും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. Rang mangalangalane nane, rang mangalangalane nane.
ഓണം 100-ാം ഓണം. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. SBയുടെ സെർവർ തകരാറിലായതിനെ തുടർന്ന് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. അധ്യാപകരുടെയും KCB ജീവനക്കാരുടെയും ശമ്പളമാണ് മുടങ്ങിയത്. ട്രഷറിയിൽ നിന്നും ശമ്പളം ബാങ്കിലേക്ക് വന്നുവെങ്കിലും വിതരണം തടസ്സപ്പെടുകയായിരുന്നു. നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യ നോട്ടീസുകൾ ചട്ടവിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് മാറ്റിയെന്നാണ് പ്രധാന പരാതി. ഇത് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാല റൂളിംഗുകൾക്കും വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് കത്തിൽ പറയുന്നത്. കർണാടകയിലെ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന് ഒപ്പം നിന്ന ലോറി ഉടമ മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അർജുന്റെ കുടുംബം. മനാഫ് മാധ്യമങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണമാണ് കുടുംബം നേരിടുന്നതെന്നും ഭാര്യയടക്കമുള്ള കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. പണപ്പിരിവ് നടത്തിയെന്ന അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ലോറി ഉടമ മനാഫ് തന്നെ ക്രൂശിക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല, ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല, അങ്ങനെ തെളിയിച്ചാൽ പരസ്യമായി കല്ലെറിഞ്ഞ് കൊന്നോട്ടെയെന്നും അർജുനെ കണ്ടെത്തുന്നതുവരെ ഉപയോഗിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞു. എന്നാൽ ഇനി അത് സജീവമാക്കുമെന്നും ഉള്ളടക്കം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും പുതിയ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും മനാഫ് പ്രതികരിച്ചു. ട്രെയിൻ അപകടങ്ങൾ തടയുന്നതിനായി റെയിൽവേ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ട്രെയിനുകൾക്ക് നേരെയുണ്ടാകുന്ന കല്ലേറ്, റെയിൽ പാളങ്ങളിൽ കല്ലുകളും മറ്റും വെച്ച് സൃഷ്ടിക്കുന്ന അപകടങ്ങൾ, റെയിൽവേ ലൈൻ മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ തട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശ്യം. വേണാടിലെ ദുരിതയാത്ര വലിയ വാർത്തയായതിന് പിന്നാലെ കോട്ടയം എറണാകുളം പാതയിലെ കടുത്ത യാത്രാക്ലേശത്തിന് പരിഹാരമായി പാലരുവിക്കും വേണാടിനുമിടയിൽ ഒരു മെമു ട്രെയിൻ അനുവദിച്ചു. രാവിലെ 6:15 കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് എറണാകുളം ജംഗ്ഷനിൽ 9:35 എത്തുന്ന വിധമാണ് സമയക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കോട്ടയം എറണാകുളം പാതയിലെ കടുത്ത യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകുമെന്നാണ് യാത്രക്കാർ പറയുന്നത്. പുതിയ മിനിമം വേതനം പ്രഖ്യാപിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 1 മുതൽ കേരളത്തിലെ മുഴുവൻ നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും സമ്പൂർണ്ണ സമരത്തിലേക്ക് കടക്കുമെന്ന് തൃശൂരിൽ ഇന്നലെ ചേർന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ജനറൽ കൌൺസിൽ യോഗം പ്രഖ്യാപിച്ചു. 2023 ജനുവരി 23 ഹൈക്കോടതി 3 മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാതെ 20 മാസത്തോളമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും ശമ്പളം പരിഷ്കരണം വരുന്ന 3 മാസത്തിനുള്ളിൽ പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും അതിനുള്ളിൽ പുതിയ മിനിമം വേതനം പ്രഖ്യാപിച്ചില്ല എങ്കിൽ ജനുവരി 1 മുതൽ സമ്പൂർണ്ണ പണിമുടക്കും സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ചും നടത്താൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചു. കോഴിക്കോട് കോട്ടക്കടവ് TMH ആശുപത്രിയിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജർ മനോജിനെ കേസിൽ പ്രതി ചേർത്ത പോലീസ്. മരിച്ച വിനോദ് കുമാറിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ ആശുപത്രിയിൽ RMO ആയി ജോലി ചെയ്തിരുന്ന അബു എബ്രഹാം ലൂക്കിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. MBBS പാസ്സാകാത്ത ഇയാളെ നിയമിച്ചതിൽ വീഴ്ചയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ആശുപത്രി മാനേജരെയും പ്രതി ചേർത്തത്. വ്യാജ ചികിത്സകർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കൌൺസിൽ നൈതിക ചട്ടങ്ങൾ പ്രകാരം ഡോക്ടർമാർ അവരുടെ ബോർഡുകൾ, കുറിപ്പടികൾ, സീലുകൾ മുതലായവയിൽ അംഗീകൃത ബിരുദങ്ങളും മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഉൾപ്പെടുത്താൻ ബാധ്യസ്ഥരാണെന്ന് അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മലപ്പുറം കോട്ടക്കടവ് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംഘടനയുടെ ഓർമ്മപ്പെടുത്തൽ. കേരളത്തിൽ ഒക്ടോബർ 6 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്. ജൻ സൂരജ് പാർട്ടിയെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സംസ്ഥാനത്തെ മദ്യനിരോധനം അവസാനിപ്പിക്കുമെന്നും വരുമാനം വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു. രാജ്യത്തിന് പിതാക്കന്മാരില്ലെന്നും എന്നാൽ പുത്രന്മാരുണ്ടെന്നും ഭാരതമാതാവിന്റെ ഈ പുത്രന്മാർ അനുഗ്രഹീതരാണെന്നുമുള്ള ഗാന്ധി ജയന്തി ദിനത്തിലെ BJP MPയും നടിയുമായ കങ്കണ റണൌട്ടിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് വിവാദത്തിൽ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120ാം ജന്മവാർഷിക ആശംസ നേരുന്ന സ്റ്റോറിയിൽ ശാസ്ത്രിയുടെ ചിത്രത്തിനൊപ്പം ചേർത്ത വരികളാണ് വിവാദമായത്. ഹരിയാനയിൽ BJP സ്ഥാനാർത്ഥിക്ക് നേരെ കർഷക രോഷം.
റാത്തിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുനിത ദുഗലിനെ പ്രചാരണത്തിനിടയിൽ കർഷകർ ഓടിച്ചുവിട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഉഖരുൾ നഗരത്തിൽ ബുധനാഴ്ച ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 3 പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. സ്വച്ഛതാ അഭിയാന്റെ ഭാഗമായി നടത്തിയ ശുചീകരണ പരിപാടിക്കിടെയാണ് വെടിവയ്പ് ഉണ്ടായത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അത്യാവശ്യമില്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു. നിലവിൽ ഇറാനിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. സംഘർഷം വ്യാപിക്കുന്നതിൽ അതിയായ ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലെ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഇസ്രായേൽ സർക്കാർ. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ അന്റോണിയോ ഗുട്ടറസ് അസന്നിഗ്ധമായി അപലപിച്ചില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ചൂണ്ടിക്കാട്ടി. അന്റോണിയോ ഗുട്ടറസ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ലെന്നും കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ചൊവ്വാഴ്ച ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ ഇസ്രായേൽ എംബസികളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. എംബസിക്കുള്ളിലും സമീപത്തും പട്രോളിംഗ് വർദ്ധിപ്പിച്ചതായും പോലീസ് സേനയുടെ ഒരു സംഘത്തെ എംബസി സുരക്ഷയ്ക്കായി വിന്യസിച്ചതായും ഡൽഹി പോലീസ് അധികൃതർ അറിയിച്ചു. ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ശക്തമാകുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഇന്നലെ 100-ലധികം മിസൈലുകൾ വർഷിച്ചതായാണ് വിവരം. ലെബനനിൽ ഏകദേശം 400 മീറ്ററോളം ഇസ്രായേൽ സൈന്യം മുന്നേറ്റം നടത്തിയതായി BBC റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ഹിസ്ബുള്ളയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇസ്രായേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടു. സൈനികർ കൊല്ലപ്പെട്ട വിവരം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ തകർത്തെന്ന് ഇസ്രായേലും അവകാശപ്പെട്ടു. വ്യോമസേനയ്ക്കൊപ്പം കരയുദ്ധത്തിൽ നിരവധി ഹിസ്ബുള്ള പോരാളികളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ അറിയിച്ചു. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് അടക്കം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇത്. അതേസമയം ഇസ്രായേലുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും പറഞ്ഞു. ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ 2ാം ടെസ്റ്റ് ജയിച്ചത് ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലി കോപ്പിയടിച്ചാണെന്ന അവകാശവാദവുമായി മുൻ ഇംഗ്ലണ്ട് താരം മൈക്കൽ വോൺ. 2.5 ദിവസത്തിലേറെ മഴയിൽ തടസ്സപ്പെട്ട ടെസ്റ്റിൽ ഇന്ത്യ അതിവേഗം നീക്കം നടത്തി 7 വിക്കറ്റിന് ജയിച്ചിരുന്നു. ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മൈക്കൽ വോണിനെതിരെ വലിയ ട്രോളുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.